ആ പ്രതീക്ഷയും മങ്ങുന്നു. ഇസ്രയേൽ ഹമാസ് പോരാട്ടം തുടരും. ഒരുപക്ഷെ മുമ്പത്തേതിനേക്കാൾ രൂക്ഷമായി തുടരും. കെയ്റോയിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയ്ക്ക് പിന്നാലെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ വെടിനിർത്തൽ കരാർ വന്നാലും ഗാസയിലെ റാഫ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചതോടെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇസ്രയേൽ റാഫയിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത്. തിങ്കളാഴ്ചയാണ് വെടിനിർത്തലിനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചത്. പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച, അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. പാലസ്തീൻ ഈജിപ്ത് അതിർത്തിയിലെ ബോർഡർ ക്രോസിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അതോടെ ഗാസ കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങും എന്ന ആശങ്കയാണ് ഉയരുന്നത്. കാരണം ഈ അതിർത്തിയിലൂടെയാണ് റാഫയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും വന്നിരുന്നത്. ഇതിലൂടെയുള്ള ഗതാഗതത്തിന് ഹമാസ് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇസ്രയേലിൽ നിന്നും ഹമാസ് കടത്തി ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വെടിനിർത്തലിന്റെ ഭാഗമായി ഈ ബന്ദികളെ മോചിപ്പിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ബന്ദികളുടെ മോചനം വൈകുന്നതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ രൂക്ഷമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിലൂടെ കൃത്യമായ സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സ്ഥിരമായ വെടിനിർത്തൽ ഉണ്ടാകില്ല, ഗാസയ്ക്കെതിരെയുള്ള യുദ്ധം തുടരും. ഈ സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. ഇസ്രയേൽ വഴങ്ങിയില്ലെങ്കിൽ വെടിനിർത്തൽ സംഭവിക്കില്ലെന്നും വിലയിരുത്തുന്നു. പാലസ്തീനിലേക്കുള്ള മാർഗങ്ങളെല്ലാം അടയ്ക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. അതിൽ ഒരു പരിധിവരെ ഇസ്രയേൽ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വെടിനിർത്തലിൽ നിന്ന് പിന്മാറി റാഫയിലെ ബോർഡർ ക്രോസിംഗ് ഇസ്രയേൽ പിടിച്ചെടുത്തത്. ഇതിലൂടെ രാജ്യത്തിനുള്ളിലേക്ക് ആയുധങ്ങൾ കടത്തുന്നുണ്ടെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഇത് തടയാനാണ് ബോർഡർ ക്രോസിംഗ് പിടിച്ചെടുത്തത്. മാത്രമല്ല, ഇതിലൂടെയുള്ള സന്നദ്ധ സംഘടനകളുടെ ട്രക്കുകളുടെ യാത്രയും ഇസ്രയേൽ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇഞ്ചിഞ്ചായി ഗാസയെയും ഹമാസിനെയും ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. റാഫ കൂടി കീഴടക്കിയാലേ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കൂ.